2012 ഏകദേശം 420 പ്രകാശവർഷങ്ങൾക്കകലെ വലിയ ഗ്രഹത്തെ കണ്ടുപിടിച്ചു. J1407b. നമ്മുടെ ജൂപ്പിറ്ററിന്റെ 20 മടങ്ങിൽ കൂടുതൽ മാസ്സുള്ള അതിഭീമൻ വാതകഗ്രഹം. ഇതിന്റെ ചുറ്റുമുള്ള വളയങ്ങളാണ് ഏറ്റവും വലിയ പ്രത്യേകത. 18 കോടി കിലോമീറ്ററുകളാണ് ഈ മനോഹരമായ വളയങ്ങളുടെ വ്യാസം. എന്നുവെച്ചാൽ സൂര്യനിൽ നിന്ന് ഭൂമി വരെയുള്ള ദൂരത്തേക്കാൾ വലുതാണ് ഇതിന്റെ വളയങ്ങൾ. നമ്മുടെ സാറ്റേണിന്റെ വളയങ്ങളുടെ 640 മടങ്ങ് വലുതാണ്. അതിനാൽ തന്നെ സൂപ്പർ സാറ്റേൺ എന്നും ഈ ഗ്രഹത്തിന് പേര് നൽകിയിട്ടുണ്ട്. നമ്മുടെ സാറ്റേൺ ഗ്രഹത്തിനെ മാറ്റി അവിടെ സൂപ്പർ സാറ്റേണിനെ വെച്ചാൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പൂർണ്ണചന്ദ്രനേക്കാൾ വ്യക്തമായിട്ട് ഇതിന്റെ അതിമനോഹരമായ വളയങ്ങളെ കാണാൻ സാധിക്കും. ഈ വളയങ്ങളെല്ലാം ഭാവിയിൽ പല കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളായി മാറിയിട്ടുണ്ടാകും. ഭൂമിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവിവർഗമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ബൃഹത്തായ നീലത്തിമിംഗലങ്ങൾ. 24 മീറ്റർ കൂടുതൽ വലിപ്പവും 1.5 ലക്ഷം കിലോഗ്രാം കാണും ഒരു ശരാശരി നീലത്തിമിംഗലത്തിന്. ഇതിന്റെ വായ്ക്കുള്ളിൽ 90,000 ലിറ്റർ വരെ ജലം ഉൾക്കൊള്ളും. അപ്പോൾ ഒരു മനുഷ്യനെ ഇതിന് നിസ്സാരമായി വിഴുങ്ങാനാകും അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനൊരു ചെറിയ ആട്ടിൻകുട്ടിയെ പോലും വിഴുങ്ങാനാവില്ല. ഒന്നാമത്തെ കാരണം ഇവയ്ക്ക് പല്ലുകൾ ഇല്ലാത്തതിനാൽ ഏതാനും ചില സെന്റിമീറ്ററോളം വലിപ്പമുള്ള ചെറിയ ക്രസ്റ്റേഷ്യനുകളെയും മീനുകളെയും കുഞ്ഞു ഗ്രില്ലുകളെയും ഒക്കെ ഇവയ്ക്ക് ഭക്ഷിക്കാനാവുകയുള്ളൂ. അതുമാത്രമല്ല, ശരീരത്തിന് ഇത്ര വലിപ്പമുണ്ടെങ്കിൽ പോലും ഇവയുടെ തൊണ്ടയ്ക്ക് വെറും 25 മുതൽ 30 സെന്റിമീറ്റർ മാത്രമേ വലിപ്പം ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഒരു നീലത്തിമിംഗലം അതിന് എത്ര പരിശ്രമിച്ചാലും ഒരു മനുഷ്യനെ അതിന് വിഴുങ്ങാനാവില്ല. കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യനെ കെടുത്തണമെങ്കിൽ എത്ര ലിറ്റർ വെള്ളം വേണം? എത്ര ലിറ്റർ വെള്ളം കൊണ്ട് ഒഴിച്ചാലും സൂര്യനെ അണയ്ക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ സത്യം. കാരണം സൂര്യൻ യഥാർത്ഥത്തിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുവല്ല. സൂര്യൻ ഒരു തീഗോളം എന്ന് വിശേഷിപ്പിക്കുമെങ്കിലും അതൊരു തീഗോളവുമല്ല. സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അതായത് സൂര്യന്റെ മധ്യഭാഗത്തുള്ള ഹൈഡ്രജൻ കണികകൾ ഞെരിഞ്ഞമർന്ന് കൂടിച്ചേർന്ന് ഹീലിയമായി മാറുന്ന പ്രക്രിയ. ഈ പ്രക്രിയയിൽ നിന്നും ഊർജ്ജം പുറത്തു വരുമ്പോഴാണ് സൂര്യൻ കത്തിയെരിഞ്ഞ് ജ്വലിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഹൈഡ്രജനാണ് സൂര്യന്റെ ഇന്ധനം. എന്നാൽ ജലത്തിലുള്ളതും ഹൈഡ്രജനാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ സൂര്യന് എത്ര വെള്ളം ഒഴിച്ചാലും യഥാർത്ഥത്തിൽ നിങ്ങൾ അതിന് കൂടുതൽ ഇന്ധനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നൊരു കാര്യം, കൂടുതൽ ജലം ഒഴിക്കുമ്പോൾ അതിന്റെ മാസ് കൂടുന്നതിന്റെ അനന്തരഫലമായി സമ്മർദ്ദം കൂടുന്നതിനാൽ അവിടെ നടക്കുന്ന ഫ്യൂഷൻ പ്രക്രിയയുടെ നിരക്കും വർദ്ധിക്കും. എന്നുവെച്ചാൽ ഇന്ധനത്തിനെ സൂര്യൻ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ ആയുസിന്റെ ദൈർഘ്യം കുറയ്ക്കാനാകും.